പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ. സ്പെയിൻ ജയിച്ചു, പോർച്ചുഗൽ പുറത്തായി. അണ്ണന്റെ അവസാനത്തെ ഇന്റർനാഷണൽ കീ, അവസാനത്തെ വേൾഡ് കപ്പ് കീ. എക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം ഈ നക്കിയ കളിയും വെച്ചിട്ട് സ്പെയിനെയാണ് പൊട്ടിക്കാൻ പോണത്. സ്റ്റിൽ ഒരു പ്രതീക്ഷ എന്തായിരുന്നു വെച്ചാൽ ഫുട്ബോൾ ഈസ് അൺപ്രഡിക്റ്റബിൾ. എത്ര നന്നായി കളിച്ചാലും ലക്ക് പറഞ്ഞൊരു സാധനം കൂടെ വേണം, എന്നാലേ ജയിക്കാൻ പറ്റുള്ളൂ. ആ ഒരു പ്രതീക്ഷയിൽ ഡേർട്ടി ഫുട്ബോൾ കളിച്ചിട്ടാണെങ്കിലും അണ്ണന് വേണ്ടി ആ പോർച്ചുഗൽ ടീം കംപ്ലീറ്റ് ആയിട്ട് ജയിക്കുന്നു വിചാരിച്ചു. എവിടെയൊക്കെയോ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. 99% ടീം തോക്കുന്നവരെ സ്റ്റിൽ 1% ഫോർ ദാറ്റ് മാൻ. ഞാൻ അന്നും പറഞ്ഞിട്ടായിരുന്നു, ഐ എം ഡൺ വിത്ത് പോർച്ചുഗൽ ആൻഡ് ദെയർ ഹൊറർ ഷോ. ഇന്റർനാഷണൽ സിനിമ, ഏത് ഇന്റർനാഷണൽ സിനിമ വേണമെങ്കിൽ എടുത്തോ, ഇത്ര പേടിപ്പിക്കുന്ന ഒരു സിനിമ ഇറക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. എന്നാൽ പോർച്ചുഗലിന്റെ ഫുട്ബോൾ കളി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കും. പറഞ്ഞാൽ ഇവരെ കളി കണ്ടിട്ട് അയ്യോ കിടുക്കളി കണ്ട് ആ പേടിയല്ല, അത് ഓപ്പോസിറ്റ് ടീമിന്റെ പേടി. ഇത് സ്വന്തം ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസ് പേടിക്കും. അത്രയും കിടു ഹൊറഷോ ആണ് ഇവരുടെ ഫുട്ബോൾ കളി. BP കയറും, ഹാർട്ട് ബീറ്റ് കൂടും, ഹാർട്ട് അറ്റാക്ക് വരെ ചിലപ്പോൾ വരും. പലപ്പോഴും കളി പകുതി വെച്ച് നിർത്തിയാലോ കാണുന്നതെന്ന് വരെ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇന്ന്. ബിക്കോസ് ദ വേ ദേ പണ്ടാര ഇംഗ്ലീഷ് വായല് അവര് കളിക്കുന്ന ഫുട്ബോള് അത്രയ്ക്ക് ഡേർട്ടിയാണ്. സോ എന്റെ വേൾഡ് കപ്പ് കാണല് 2026 വേൾഡ് കപ്പ് കാണല്, ചിലപ്പോൾ 2030 വേൾഡ് കപ്പ് കാണല്. വേൾഡ് കപ്പ് കാണുന്ന പരിപാടി ഞാൻ ഇന്നത്തോടെ നിർത്തി. ഞാൻ ഫുട്ബോൾ കളി കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങേരെ കാണാനാണ്, ടു വാച്ച് ദാറ്റ് മാൻ പ്ലേ. അല്ലാതെ ഇവന്മാരുടെ നക്കിയ കളിയും എനിക്ക് വായിൽ പലതും വരുന്നുണ്ട്. കരച്ചിൽ വരുന്നുണ്ടോ ചോദിച്ചാൽ ഒരു നിർഗുണ ഫീലാണ്. ആ മനുഷ്യന് വേണ്ടിയിട്ട്, അറ്റ്ലീസ്റ്റ് ആ മനുഷ്യൻ ഇത്രയും കാലം ഫുട്ബോളിന് വേണ്ടി ചെയ്തത്, പോർച്ചുഗലിന് വേണ്ടി ചെയ്തതിന് വേണ്ടിയിട്ട് എന്തെങ്കിലൊക്കെ ടീംമേറ്റ്സ് ചെയ്യണമായിരുന്നു. ഇപ്പൊ പറയും ക്രിസ്ത്യാനോ പെട്ടിക്കുള്ളിൽ പെറ്റ് കിടക്കായിരുന്നു. ക്രിസ്ത്യാനോ എന്താ ചെയ്തു? ക്രിസ്ത്യാനോ പിന്നെ എന്താ ചെയ്യേണ്ടത്? എവിടെ ഇല്ലാത്തൊരു ടീമിനെ ഇത്രയും കാലം ഇവിടം വരെയൊക്കെ കൊണ്ട് എത്തിച്ചു. അത് പോരെ? ഇനി അങ്ങേര് ഗോളി നിൽക്കണോ, ഡിഫൻഡർ നിൽക്കണോ, മിഡ്ഫീൽഡ് കളിക്കണോ? പിന്നെ എല്ലാം അങ്ങേര് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ലോഡ് വാഴകൾ പിന്നെ എന്തിനാണ്? നമ്മൾ എപ്പോഴും പറയും, നോ പ്ലെയർ ഈസ് ബിഗർ ദാൻ എ ക്ലബ്, നോ പ്ലെയർ ഈസ് ബിഗർ ദാൻ ആ നാഷണൽ ടീം. എന്നാ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് ബിഗർ ദാൻ എനി നേഷൻ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് ബിഗർ ദാൻ എനി ഫക്കിംഗ് ക്ലബ്. അത് ആള് വേൾഡ് കപ്പ് അടിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു ലെഗസി ഒന്നും, അങ്ങനെ ഒരു ലെജൻഡറി സ്റ്റേറ്റസ് ഒന്നും മാറാൻ പോകുന്നില്ല. ഫുട്ബോൾ ചില സമയത്ത് ഭയങ്കര ക്രൂവലാണ്, ചില സമയത്ത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഗെയിമാണ്. അതിന്റെ ഒരു ക്രൂവൽ വേർഷനാണ് നമ്മൾ കാണുന്നത്. നമ്മൾ എപ്പോഴും പറയില്ലേ, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എവറിത്തിങ്, വി വോണ്ട് ഗെറ്റ് എനി ഫക്കിംഗ് തിങ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ആളെന്നെ റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായിരുന്നു, 23 കൊല്ലമായിട്ട് മീഡിയ ഇസ് ട്രൈങ് ടു കിൽ മീ. ആളുടെ കരിയർ എൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. സ്റ്റിൽ ഹി ഫോട്ട് അഗെയിൻസ്റ്റ് എവറിത്തിങ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇങ്ങനത്തെ ഒരു എൻഡ് ആയിരിക്കും ഫുട്ബോൾ ചിലപ്പോൾ ആൾക്ക് കൊടുത്തുണ്ടാവുക. അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങേർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പോർച്ചുഗലിന്റെ ഇജാതി നക്കിയ കളിയൊക്കെ ഇരുന്ന് കണ്ടു. ഇല്ലെങ്കിൽ എന്ത് ഭ്രാന്ത് ഉണ്ടാ? പോർച്ചുഗലിന് ഇത്ര ഫാൻ ബേസ് ഉണ്ടാവാൻ കാരണം ദാറ്റ്സ് ബിക്കോസ് ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലാസ്റ്റ് അവരൊരു ഗോൾ അടിച്ചപ്പോ പോലും തിരിച്ചൊരു ഗോൾ അടിക്കണം, വി നീഡ് ടു സ്റ്റേ ഇൻ ദിസ് ടൂർണമെന്റ് ഫോർ ദാറ്റ് ഗായ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നൊരു തോന്നലൊന്നും ആ ടീമില്ല. ബാക്ക് പാസ് ഇട്ട് കളിക്കണേ, നിങ്ങളെ സെന്ററിന് ഷൂട്ട് അടിക്കുക, എന്നാൽ പോലും അത് കാണുമ്പോൾ നമുക്ക് തോന്നും ജയിക്കണം അല്ലെങ്കിൽ ഡ്രോ പിടിക്കണം എന്നുള്ളൊരു ഇന്റന്റ് ഉണ്ട്. എങ്ങനെയുടെ ബാക്ക് പാസ് ഇടാൻ തോന്നുന്നു? എനിക്ക് ബെർണാഡോ സിൽവയുടെ അടുത്ത് ആ സമയത്ത് വന്നൊരു ദേഷ്യമുണ്ട്. ആ അലവലാതിനൊക്കെ എന്തിനാണ് ഇറക്കി? ഇതിലും ഭേദം വിട്ടീനെ കണ്ടിന്യൂ ചെയ്യുന്നതായിരുന്നു. ഒരു കാലത്ത് ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ്
വേറെന്തോ പറയാൻ വന്നു. സി ലക്ക് പറയുന്ന സാധനം ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ള എന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു നൂണോ മെൻഡിസിന്റെ ഒരു ഷോട്ട് ബാർ തട്ടിപ്പോയത്. നൂണോ മെൻഡിസിന് ഇഞ്ചുറി വന്നത് അത്രയും നേരം യമാലിനെ കണ്ടിട്ടേ ഇല്ല. യമാൽ വാസ് ഇൻ ഹിസ് പോക്കറ്റ്. നൂണോ മെൻഡിസ് അറ്റാക്കിന് പോയ ഒരു സമയത്ത് മാത്രമാണ് യമാൽ അറ്റാക്കിന് കയറിയിട്ടുണ്ടായിരുന്നു. ബാക്കി കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു നൂണോ മെൻഡിസിന്റെ. ലക്ക് ആ രീതിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ എപ്പോഴും പറയാം ദൈവമുണ്ട്, ദൈവമൊന്നുമില്ല. അങ്ങേര് കരയണ കാണാൻ വയ്യ. പോർച്ചുഗലിന്റെ ഈ മറ്റേ ബിഗ് സ്റ്റേജ് മാച്ചസ് ഉണ്ടാവില്ല, ഈ നോക്കൌട്ട്സ്, ഫൈനൽസ്, സെമി ഫൈനൽസ്, ഞാൻ പലപ്പോഴും കാണാറില്ല. ടെൻഷൻ അടിക്കാൻ വയ്യ, അത്രയും വയ്യാതോ മെന്റലി ഫിസിക്കലി ഭയങ്കര സ്ട്രെസ് ആവുകയാണ്. ഞാൻ പലപ്പോഴും ആ നേരത്ത് കിടന്ന് ഉറങ്ങുക ചെയ്യുക. എന്നിട്ട് ആ ഒരു സമയമാകുമ്പോൾ എടുത്ത് സ്കോർ നോക്കും. അപ്പോഴേക്ക് ഏകദേശം കളി കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ ഔട്ട്പുട്ട് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ഡ്രോ ആണോ, തോൽവിയാണോ, ജയമാണോ ഒന്ന് നോക്കുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കുന്ന എനിക്കറിയായിരുന്നു. ചിലപ്പോൾ സ്പെയിനിന്റെ ഒപ്പം ജയിക്കും, അടുത്ത സ്റ്റേജിൽ പൊട്ടും. അതുവരെ എന്തായാലും ഇനി ടെൻഷൻ അടിക്കണ്ട. ദറ്റ്സ് ഓവർ. ഇനിയിപ്പൊ ആരെ പറ്റിയിട്ട് എഴുതും? പോർച്ചുഗൽ ഇനി നന്നായി കളിച്ചില്ല വെച്ചാൽ ആരുടെ തലയിൽ കൊണ്ട് ഇട്ട് കൊടുക്കും? ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല. പോർച്ചുഗൽ നന്നായി കളിച്ചില്ലെങ്കിൽ എല്ലാ ബ്ലെയിമും ഒരാൾ ഏറ്റെടുക്കും. നന്നായി കളിച്ചാൽ അങ്ങേർക്ക് ഒരു ക്രെഡിറ്റ് ഇല്ല. അങ്ങേര് ഒരു ഗോൾ അടിച്ചാൽ അത് ടാപ്പിനാണ്, പെനാൾട്ടി അടിച്ചാൽ പെനാൾഡോ ആണ്, അങ്ങേര് ഫ്രീ കിക്ക് അടിച്ചാൽ ഫ്ലൂക്കിന് കയറിയതാണ്, ലോങ് റേഞ്ചർ അടിച്ചാൽ ഗോളിയുടെ മിസ്റ്റേക്ക് ആണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്താലും he gets criticized. 41 വയസ്സായ ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഇപ്പൊ കമ്പയർ ചെയ്യുന്നത് ഏർലിംഗ് ഹാലൻഡ് ആയിട്ടാണ്. യു കാൺ കമ്പയർ ക്രിസ്ത്യാനോ റൊണാൾഡോ വിത്ത് ഏർലിംഗ് ഹാലൻഡ്. രണ്ടുപേരെ പ്രായം എന്താണ്? സ്റ്റിൽ അങ്ങേർക്ക് ആ ഒരു ഹങ്കർ ഉണ്ടായിരുന്നു ടീമിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. എന്നാൽ ടീമിലുള്ള ബാക്കിയുള്ള അലവരാദികൾക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. വാട്ട് എവർ ഹാപ്പൻ, എന്ത് നടന്നാലും ഇന്നല്ലെങ്കിലും നാളെ അല്ലെങ്കിലും മറ്റന്നാളെങ്കിലും യു ആർ മൈ ഹീറോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡെഫിനറ്റ് ആയിട്ട് എന്റെ ലൈഫിൽ ഒരു വൈറ്റൽ പാർട്ട് തന്നെയായിരുന്നു. ആരൊക്കെ ഇല്ലാത്ത സമയത്ത്, ലേറ്റ് നൈറ്റ്സില് പലതും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങേരുടെ കളി, ഇങ്ങേരുടെ മറ്റൊരു റിവഞ്ച്, ഇങ്ങേരുടെ ഒരു ഹങ്കർ, ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ലൈഫിൽ പലരെയും മുന്നോട്ട് കൊണ്ടുവരാൻ അത് സഹായിച്ചിട്ടുണ്ട്. ആൻഡ് ഹീസ് ഡെഫിനറ്റ്ലി ആൻ ഇൻസ്പിറേഷൻ. ഓൺ ദ ഫീൽഡ് ആയാലും ഓഫ് ദ ഫീൽഡ് ആയാലും ഹീസ് ഡെഫിനറ്റ്ലി ആൻ ഇൻസ്പിറേഷൻ. അൽ നാസറിൽ ഇനി കാണാം എന്റെ കളി. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ. ഞാൻ പറഞ്ഞില്ല, അൽ നാസറിൽ ഇതിലും ലവ് ആൾക്ക് കിട്ടുന്നുണ്ട്. ടീമിന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ടീമിന് കപ്പടിക്കണം എന്നൊക്കെ, അങ്ങേർക്ക് കപ്പടിച്ചു കൊടുക്കണം, സൗദി ചാമ്പ്യൻഷിപ്പ് അടിച്ചു കൊടുക്കണം എന്നൊക്കെ. ഒന്നുമില്ല. ബ്രൂണോ ഫെർണാണ്ടസ് തനി തേർഡ് റേറ്റ് കളി, കണ്ടം കളിയാണ് ബ്രൂണോ ഒക്കെ കളിക്കുന്നത്. ബെസ്റ്റ് മിഡ്ഫീൽഡർ ആണ് ഇത്ര പ്രീമിയർ ലീഗ്. എന്റെ വായിൽ തെറിയാണ് പേഴ്സണലി വരുന്നത്, ഞാൻ പക്ഷെ പറയുന്നില്ല. എന്തുണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? മാട് കണ്ടത്തിൽ കൂടെ ഓടുന്ന പോലെ അങ്ങോട്ട് ഓടുന്നത് കുറെ, ഇങ്ങോട്ട് ഓടുന്ന കൂടെ എന്തുണ്ട ക്രിയേറ്റ് ചെയ്ത്. റോബർട്ടോ മാർട്ടിനസ് ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷനെ നശിപ്പിച്ചു എന്ന് പലരും പറഞ്ഞപ്പോ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു സമയത്ത് പ്ലേയേഴ്സിന്റെ ഫോൾട്ട് ഉണ്ട് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാ ആ പറഞ്ഞത് കംപ്ലീറ്റ്ലി ട്രൂ ഇന്നായി. ഒരു ടാക്ടിക്സ് ഉണ്ടോ ഇങ്ങേർക്ക്? എല്ലാ കളിയിലും പണ്ട് 3 CB പുഴുങ്ങലായിരുന്നു, 3 ചിക്കൻ ബിരിയാണി പുഴുങ്ങിയ ഫോർമേഷൻ ആയിരുന്നു ഇങ്ങേരെ കുറെ കാലം. പിന്നെ അത് മാറ്റിയിട്ട് ഒരു 4-2-3 എല്ലാവർക്കും അറിയാം. ഇവൻ ഇന്ന് കളി കാണാൻ തുടങ്ങിയ പിള്ളേർക്ക് വരെ അറിയാം. ക്രിസ്ത്യാനോ 2 ഫോർവേഡ്സ് ഉള്ളപ്പോൾ ക്രിസ്ത്യാനോ ഒന്നും കൂടി അഗ്രസീവ് ആണ്, ഒന്നും കൂടി ത്രെറ്റ് ആണ്. സ്റ്റിൽ ഈ റോബർട്ടോ മാർട്ടിനസ് സിംഗിൾസ് ഫോർവേഡും വെച്ചിട്ട് ഒരു മറ്റടുത്തൊരു ഫോർമേഷനും പൊടുന്നു. എങ്ങനെ സ്പെയിനിന്റെ ഒപ്പം ജയിക്കാൻ? എങ്ങനെ ജയിക്കാണ്? ഞാനിപ്പോ പറഞ്ഞില്ല, ദൈവവും ഇല്ല, ലക്കില്ല. അറ്റ്ലീസ്റ്റ് യു നീഡ് ടു പ്ലേ, നല്ല ജയിക്കാൻ പറ്റുള്ളൂ. അവിടെ പെഡ്രിയൊക്കെ മിഡ്ഫീൽഡിൽ ബോൾ കൺട്രോൾ ചെയ്തിട്ട് മൊത്തം കളി തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പെഡ്രിയുടെ കാലിൽ നിന്ന് ബോൾ എടുക്കാൻ 5-6 പേര് കൂടിയിട്ടും കൂടി പറ്റുന്നില്ല. ആൻഡ് ദേ ആർ ഗിവിങ് ഇനഫ് സ്പേസ്. പോർച്ചുഗൽ ഇഷ്ടം പോലെ സ്പേസ് ആണ് പ്ലേയേഴ്സിന് മിഡ്ഫീൽഡിൽ കൊടുക്കുന്നത്.
എന്നാൽ ഇതേ സമയം പോർച്ചുഗലിന്റെ ബോൾ വരുന്ന സമയത്ത് ഒരാളെ മാക്കി 3-4 പ്ലേയേഴ്സ് വരും. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വടി വിഴുങ്ങിയ പോലെ നിൽക്കുകയാണ് പ്ലേയേഴ്സ്. ഫസ്റ്റ് ഹാഫിൽ ന്യൂണോ മെൻഡിസിന്റെ ഒരു ബാർ തട്ടിപ്പോയ ഒരു ഷോട്ട്, ജാവോ ഫെലിക്സിന്റെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഇത്ര തന്നെ ഉണ്ടായല്ലോ. അതൊക്കെ ഹാഫ് ചാൻസസ് ആണ്. ഒരിക്കലും അത് വന്നിട്ട് ഒരു സിമ്പിൾ ചാൻസ്, ഓപ്പൺ ചാൻസ്, അതൊക്കെ ഹാഫ് ചാൻസ്. ഹാഫ് അല്ല, പലതും കോട്ട ചാൻസ് ആയിരുന്നു. എന്നാ സ്പെയിനിന് ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ കിട്ടിയ ചാൻസസ് നോക്കിയാൽ മതി. മറ്റേ ചങ്ങായി ഒയർസബാൽ, ഐ വാസ് ലൈക്ക് ദാറ്റ്സ് ഓഫ് സൈഡ്, പക്ഷെ പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. ഞാനത് ഓഫ് സൈഡ് ആണ്, അടിച്ചാലും കൂട്ടില്ലാണ്ടിരിക്കുമ്പോൾ ദാറ്റ് വാസ് ഓൺ സൈഡ്. ഡെഫിനറ്റ് ആയിട്ട് കളിച്ചതിൽ സ്പെയിൻ തന്നെയാണ് ജയിക്കേണ്ടിയിരുന്നത്. പോർച്ചുഗൽ തനി തീട്ട കളിയെ കളിച്ചിരിക്കുന്നത്. യു കാണ്ട് എക്സ്പെക്ട് എനിത്തിങ് മോർ. ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അതിലേറെ തേമ്പിയ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കി. ഗോൺസാലോ റാമോസിനൊക്കെ എന്താണ് അരി വെക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കുക, അട ഇരുത്തിയിരിക്കുകയാണോ മുട്ട വിരിയിക്കാൻ? ബെർണാഡോ സിൽവയൊന്നും ദയവ് ചെയ്ത് ഇറക്കാനേ പാടില്ലായിരുന്നു. യുഗാന്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ഓവർ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി പോർച്ചുഗൽ ടീമിന്റെ ഭാഗമല്ല. നന്നായി എണ്ണം കളിക്കാത്തത്. എന്തിനാണ് കുറെ കാലം കൂടി ബ്ലെയിം ഏറ്റെടുക്കാൻ? 10 ബോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, അറ്റ് ദ ഏജ് ഓഫ് 41 പോലും ആള് 5 എണ്ണെങ്കിലും ഗോൾ അടിക്കാനുള്ള കഴിവുള്ള പ്ലെയർ ആണ് ഇപ്പോഴും. പക്ഷെ അത് ചെയ്യില്ല, ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കില്ല, ഒന്നും ചെയ്യില്ല. ആൻഡ് ആൾക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. സൗദി പ്രോ ലീഗിൽ ആൾ കൂടുതൽ ഫ്രീഡത്തോടെ കളിക്കുന്നത് ഞാൻ കണ്ട്. ഇറങ്ങി വന്ന് കളിക്കുന്നുണ്ട്, ഇറങ്ങി വന്ന് ബോൾ റിസീവ് ചെയ്യുന്നുണ്ട്. എന്നെ ഇപ്പോ കൂടുതൽ ഈ ബോക്സിന്റെ അവിടെയാണ്. ആൾക്ക് കൊടുത്ത റോൾ എന്താണ്? ഈ ഡിഫൻഡേഴ്സിനെ അട്രാക്ട് ചെയ്യുക, ഡിഫൻഡേഴ്സിനെ വലിച്ചു കൊണ്ടുവരിക. ഇത് തന്നെയാണ്. ദാറ്റ്സ് എ റോൾ ഗിവൺ ടു ഹിം. അത് ആള് വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ പിന്നെ കൊടുത്ത റോളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഡിയാഗോ കോസ്റ്റയുടെ അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? നന്നായി ഒന്ന് നോക്കുമ്പോൾ നന്നായി. ഇനി ഈ ഹൊറർ ഷോ കാണണ്ട, ഇനി ടെൻഷൻ അടിക്കേണ്ട, BP കയറ്റണ്ട, ഹാർട്ട് അറ്റാക്ക് വരുത്തണ്ട. അങ്ങേർക്ക് ഒന്ന് നോക്കുമ്പോൾ നല്ലതാണ്. എന്തിനാണ് ഈ എല്ലാ ബ്ലെയിമും? ടീമിലുള്ള കണ്ണിക്കണ്ടവന്റെ പണ്ടാട്ടിയുടെ വായിലിരിക്കുന്നവരെ അങ്ങേർക്ക് കേൾക്കണം. സ്വിച്ച് ഓവർ. ഞാനിനി എന്തായാലും വേൾഡ് കപ്പും പരിപാടിയും ഇന്റർനാഷണൽ ഗെയിംസിനോട് നോമില്ല. ഞാൻ ഇനി കാണുകയില്ല. മേ ബി ഐ വിൽ ബി വാച്ചിങ് അൽ നാസർ ഗെയിംസ്. വേറെ ഒന്നും ഞാൻ കാണില്ല. ഏറ്റവും നല്ല ടീം തന്നെ കപ്പടിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. ഏറ്റവും നന്നായി കളിക്കുന്ന ടീം കപ്പടിക്കട്ടെ. ആര് തോറ്റാലും ജയിച്ചാലും ഇനി എനിക്കൊരു തേങ്ങയില്ല. സോ ഈ വേൾഡ് കപ്പ് റിലേറ്റഡ് വീഡിയോസ് ഇടുന്ന സമയത്ത് ഏതെങ്കിലും ടീമിന്റെ ഫാൻസിനോട് ഞാൻ കുറച്ച് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, എന്റെ എന്തെങ്കിലും വേർഡ്സ് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഐ എം ലിറ്ററലി വെരി സോറി ഫോർ ദാറ്റ്. ഇത് തന്നെയാണ് ഞാൻ IPL കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് എ പാർട്ട് ഓഫ് എന്റർടൈൻമെന്റ്. അങ്ങനെ കണ്ടാൽ മതി. ഇനി വേൾഡ് കപ്പ് ഇല്ല, ഒന്നും പറയാനും കിട്ടുന്നില്ല. ലിറ്ററലി ഷോർട്ട് ഓഫ് വേർഡ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു നിർഗുണ ഫീലാണ്. എന്തൊക്കെയൊക്കെ ഉണ്ടായി, ഒരു ഭൂമികുലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ശാന്തത ഉണ്ടാവില്ലേ? പിന്നെ അങ്ങനത്തെ ഒരു ശാന്തതയാണ്. സങ്കടം ഉണ്ടോ ചോദിച്ചാൽ സങ്കടമുണ്ട്. ഇനി അങ്ങേരി ഈ പഴിയൊന്നും ഏറ്റെടുക്കണ്ടല്ലോ, ഈ ഹൊറർ ഷോന്റെ പാട്ടല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ കാണാം. വീണ്ടും സന്ധിക്കും വരെ.